ഒത്തിരി കഷ്ടതയിലൂടെയൊക്കെ കടന്നുപോയില്ലേ? ഒത്തിരി വേദനയിലൂടെ നിങ്ങൾ കടന്നുപോയില്ലേ? ആമേൻ, ഹല്ലേലൂയ. ആരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ തലകുനിച്ചില്ലേ? ഒരുപാട് നാളുകളായി നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെയും കഷ്ടതയുടെയും രോഗത്തിൻ്റെയും പ്രതികൂലത്തിലൂടെയൊക്കെ കടന്നുപോയവരല്ലേ നിങ്ങളൊക്കെ? ഞാനുൾപ്പെടെ. ഹല്ലേലൂയ. നിന്ദകൾ, പഴികൾ, ദാരിദ്ര്യം, പട്ടിണി, വേദന, പ്രതികൂലം, ഒരു ഉയർച്ചയും ഇല്ലായിരുന്നില്ല. എന്നാൽ ബൈബിൾ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. അബ്രഹാം മുതൽ ആമേൻ, ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ മക്കൾ അങ്ങോട്ട് പറയുകയാണെങ്കിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇവരെല്ലാം വേദനയിലൂടെ കടന്നുപോയവരാണ്. ഇവരെല്ലാം പ്രതികൂലത്തിലൂടെ കടന്നുപോയവരാണ്. ഇവരെല്ലാം നിന്ന് അനുഭവിച്ചവരാണ്. ആമേൻ, ഹല്ലേലൂയ. എങ്കിലും എൻ്റെ ദൈവം, ഹല്ലേലൂയ, അത്ഭുതകരമായ വിടുതലുകൾ അയക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ പ്രതികൂലത്തിലൂടെ കടന്നുപോയെങ്കിൽ അതൊരു അനുഗ്രഹത്തിനാണ്. നിങ്ങൾ വേദനയിലൂടെ കടന്നുപോയെങ്കിൽ അതൊരു അനുഗ്രഹത്തിനാണ്. ഇവിടെ നോക്കണം, എത്ര അധ്വാനിച്ചിട്ടും എന്തൊക്കെ പരിശ്രമിച്ചിട്ടും ആമേൻ, ഒന്നും മുന്നേറുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ അത്ഭുതം കാണാൻ പോവുകയാണ്. നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ പട്ടണത്തിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? പ്രിയരെ, ആമേൻ, ഹല്ലേലൂയ. മക്കളെ, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ഇവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചു. ഇവരെല്ലാം ദൈവത്തെ കൈവിട്ടില്ല. അബ്രഹാം മുതൽ അബ്രഹാമിൻ്റെ സന്തതികളൊക്കെ, ആമേൻ, ഹല്ലേലൂയ, ഇവർ ദൈവത്തെ കൈവിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് അനുഗ്രഹം വരുവാനുള്ള മെയിൻ കാരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതുകൊടുത്ത്, അല്ലെങ്കിൽ ആ ശബ്ദം കേട്ടത് കൊണ്ടാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടത്. അവർ അത് അനുസരിച്ച് ചലിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ? നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൽ നിന്നും, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്നും, നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്നും, നിങ്ങളെ വല്ലാതെ കുഴയ്ക്കുന്ന ആ പ്രയാസത്തിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ വിശ്വസ്തനാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ബൈബിൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, വചനം, ആമേൻ, ഹല്ലേലൂയ, ദൈവം തെരഞ്ഞെടുത്ത കഷ്ടതയിലൂടെ കടന്നുപോയവരാണ്. പ്രതികൂലത്തിലൂടെ കടന്നുപോയവരെയാണ് ദൈവം വിളിച്ചത്. ആമേൻ, വേദനയിലൂടെ കടന്നുപോയവരെയാണ് ദൈവം വിളിച്ചത്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നോക്കണം, പത്രോസൊക്കെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. കഷ്ടതയിലൂടെ കടന്നു